രോഗശാന്തി യാഥാർത്ഥ്യമാണോ? യെസ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആളത്. അതെങ്ങനെ? എൻ്റെ ഒരു ഭാഗം തളർന്നു പോയ ആളാ. ആഹാ. ആ തളർന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. അങ്ങ് ചികിത്സ നടത്തിയിട്ടില്ല? ആ ഈ പ്രാർത്ഥനയും അല്ലാതെ? ഞാൻ ആസ്പത്രിയിലായിരുന്നപ്പോൾ ചികിത്സയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് കാല് തളർന്നു പോയിട്ട് ചികിത്സിച്ചിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് മരുന്ന് കൊണ്ട് പ്രയോജനപ്പെട്ടില്ല. ആർച്ച് ബിഷപ്പ് എന്ന് പറയട്ടെ. മരുന്ന് കൊണ്ട് പ്രയോജനപ്പെടാതിരുന്നപ്പോൾ അല്ല, അങ്ങ് ചികിത്സ എത്ര കാലം എടുത്തു? 2 ആഴ്ചക്കാലം. 2 ആഴ്ചക്കാലം. നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സ് നോക്കി. എല്ലാരും നോക്കിയപ്പോഴും കാലങ്ങ് പോയി. കാല് ഇടത് കാലായിരുന്നു. 2 കാലും പോയി, ഒരുപോലെ തളർന്നു. അതിനുശേഷം എഴുന്നേറ്റ് നടക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയും, യേശുക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും അതിനെക്കുറിച്ച് ഓർമ്മിച്ചും ധ്യാനിച്ചും കൊണ്ട് അത് പഠിച്ചു. അത് മുഖാന്തരം ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ വടി കൊണ്ട് നടക്കുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞത് ചക്ക വെട്ടി കിട്ടുന്ന പോലെ വീഴും വടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. ഇപ്പം അങ്ങ് വാക്കർ ഉപയോഗിക്കുന്നില്ലയോ? ഞാൻ ഒരു സ്റ്റിക്കർ, ഒരു ചെറിയ ചോദിച്ചു, അങ്ങനെ ആ ട്രീറ്റ്മെന്റിന്റെ IP ടിക്കറ്റ് ഒക്കെ ഒന്ന് കാണിക്കുവോ? പിന്നെ ഈ കണ്ണാടി എടുത്തിട്ട് ഫാസ്റ്റർ രോഗശാന്തി ശുശ്രൂഷക്കാരനായ അങ്ങനെ കണ്ണാടി വെച്ചു കൊടുക്കുന്നത്? ഞാൻ രോഗശാന്തി അല്ല, നിങ്ങൾ എന്തിനാ കണ്ണാടി വെച്ചോളൂ? സത്യസന്ധമായിട്ട് പറ. ഞാൻ രോഗശാന്തി ശുശ്രൂഷകനാണെന്ന് ഞാൻ പറഞ്ഞു. കണ്ണാടി എന്ന് പറയുന്ന നിങ്ങൾ എന്തിനാ കണ്ണാടി വെക്കുന്നത്? ഞാൻ സയൻസ് ശാസ്ത്ര വിശ്വാസിയാണ്. നിങ്ങൾ എന്തിനാ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അല്ല, നിങ്ങൾ കണ്ണട വെക്കുന്നത് എന്തിനാ? കണ്ണ് കാണാന്. അല്ല, കോട്ടയം ജില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട് പെന്തിക്കോസുകാരുടെ ഒരു കോട്ടയാണ്. ഞാൻ ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ്. അയ്യോ, അതുകൊണ്ടാണ് പറഞ്ഞ ഈ പെന്തിക്കോസുകാരുടെ സകല തട്ടിപ്പും വെട്ടിപ്പും എനിക്കറിയാം.